ആരോഗ്യദീപ്തി. ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. എന്താണ് ഡോക്ടർ ഈ HbA1c ടെസ്റ്റ്? എന്തിനാണത് ചെയ്യുന്നത്? HbA1c ഷുഗർ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. അതായത് ആവറേജ് 3 മാസത്തെ ശരാശരി ഷുഗറിൻ്റെ അളവാണ് HbA1c കാണിക്കുന്നത്. അപ്പോൾ ഇത് ഭക്ഷണത്തിന് മുൻപോ പിൻപോ എന്ന് ഒരു പരിഗണനയില്ലാതെ നമുക്ക് ഏത് സമയത്തും പോയി ചെക്ക് ചെയ്യാം. കാരണം ഭക്ഷണം അതിൻ്റെ അളവ് മാറ്റുന്നില്ല. അത് രോഗികൾ അറിഞ്ഞിരിക്കുക. എപ്പോൾ വേണമെങ്കിലും അതിന് ചെയ്യാം. അതിൻ്റെ അളവ് 6.5 മേലെ പോയാൽ ഷുഗർ ഉണ്ടെന്ന് അർത്ഥം. അഭികാമ്യമായ വാല്യൂ 5.7 താഴെയാണ് നിൽക്കേണ്ടത്. എന്നാൽ ഓരോ ഏജിലും നമ്മൾ പല കട്ട് ഓഫ് വെക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാളിൽ 7 ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ 6.5 താഴെ വേണം എന്ന് വാശി പിടിക്കാറില്ല. കാരണം പല സാഹചര്യങ്ങളിലൂടെയാണ് രോഗികൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും പരിഗണിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ നടത്തുന്ന ഒരു പരിശോധന തന്നെയാണ് HbA1c ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, 3 മാസത്തെ ആവറേജ് ഷുഗർ പരിഗണിക്കുക വഴി നമുക്ക് എത്രത്തോളം പേഷ്യൻ്റ് കൺട്രോൾ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ ചില സമയത്ത് ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുള്ളപ്പോൾ ഇത് കറക്റ്റായിട്ട് 3 മാസം ഇവർ എങ്ങനെയായിരുന്നു ഇവരുടെ ഭക്ഷണ രീതി എല്ലാം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തിനിത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നത്. ഇതെല്ലാം ഷുഗർ കൺട്രോൾ ആക്കണമെന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കിനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വരും ഡിസ്കഷനിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ്? പ്രമേഹത്തിന് പലരിലും പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. അതായത് പല രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ. ചിലർക്ക് വിശപ്പില്ലാത്ത അവസ്ഥ, ചിലവർക്ക് വെള്ളം അധികം കുടിക്കുക എന്ന് തോന്നുക, ചിലവർക്ക് മൂത്രം അധികം പോവുക, ചിലർക്ക് മുറിവ് ഉണങ്ങാൻ വൈകുക, ചിലവർക്ക് തടിമെലിച്ചിൽ, ചിലവർക്ക് വണ്ണം വെക്കുക, കൈകാലുകളിൽ തരിപ്പ്, കാഴ്ചമങ്ങൽ, ക്ഷീണം, ഇങ്ങനെയെല്ലാം രോഗികൾ പ്രമേഹത്തിൻ്റെ ലക്ഷണമായി നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇങ്ങനെയും പറയുന്നുണ്ട്, രോഗബാധിതരിൽ മിക്ക ആൾക്കാർക്കും യാതൊരു ലക്ഷണവും കാണിക്കാറില്ല എന്നും പറയുന്നുണ്ടല്ലോ ഡോക്ടറെ. തീർച്ചയായും അതിൻ്റെ തുടക്കത്തിൽ കാണിക്കണമെന്നില്ല. പക്ഷേ ഷുഗർ കൂടി നിന്നാൽ തീർച്ചയായും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. ഡോക്ടർ പറഞ്ഞ ഈ കുറേ ലക്ഷണങ്ങളിൽ 1-2 തന്നെ എന്തായാലും ഉണ്ടാവും അല്ലേ? തീർച്ചയായും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളെല്ലാം ഷുഗറിന് മാത്രമായിട്ടല്ല, വേറെ പല അസുഖങ്ങളിലും ഈ ലക്ഷണങ്ങൾ വരാം. അപ്പം എല്ലാം ഒരുമിച്ച് വെച്ച് നോക്കിയാണ് ഡോക്ടർ ഇതെല്ലാം നിശ്ചയിക്കുന്നത്. ഇപ്പോൾ പ്രമേഹം പോലെ തന്നെ, പോലെ എന്നല്ല അതിലുപരിയായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രഷർ, ബ്ലഡ് പ്രഷർ. അതുപോലെ തന്നെ കൊളസ്ട്രോളും. എന്താണ് ശരിക്കും ഈ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം? വളരെ നല്ല ചോദ്യമാണ്. ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞാൻ പറയാവുന്നത്, ഇവർ ചേട്ടനനിയന്മാരെ പോലെയാണ്. കാരണം ഇവർ ബന്ധപ്പെട്ട് കിടക്കുന്നു വളരെയധികം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ഇവർ 3 പേരും ഒരുമിച്ച് ചേർന്നാണ്. സൈലന്റ് കില്ലേഴ്സ് എന്നിവരെ വിളിക്കാം, നിശബ്ദ കൊലയാളി. കാരണം ഇവയെല്ലാം ഒരുപാട് ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്നു. സൈലന്റ് കില്ലർ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് പയ്യെ നമ്മുടെ ഓരോ അവയവങ്ങളെ ബാധിക്കുന്നു. ഷുഗർ ഇത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ക്രമാതീതമായ അളവിൽ ഉയരുമ്പോഴാണ് നമ്മൾ പ്രമേഹമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കണ്ണെടുത്താൽ തിമിരം, റെറ്റിനോപ്പതി, ഗ്ലോക്കോമ, ഹൃദയം, ബ്രെയിൻ, ഇവയിൽ ഹൃദയത്തിൽ ഹാർട്ട് അറ്റാക്കും ബ്രെയിനിൽ സ്ട്രോക്കും 4 മടങ്ങ് അധികം സാധ്യതയാണ് ഷുഗർ ഉള്ളവരിൽ. കാലിൽ രക്തോട്ടം കുറയുന്നു, മുറിവ് വരിക, മുറിവ് ഉണങ്ങാത്ത അവസ്ഥ,
പൊള്ളൽ, പുകച്ചിൽ, ചുട്ടുനീറ്റം, മുളക് പുരട്ടിയ പോലെ ഇതെല്ലാം ഒരു ലക്ഷണമായി കാണാറുണ്ട്. കിഡ്നി ഡാമേജ് ആക്കുന്നു. അപ്പോൾ ഒരുപാട് അവയവങ്ങളെ ഇത് ബാധിക്കുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം എങ്ങനെയാണ് ഷുഗർ ഈ ഡാമേജ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, രക്തത്തിൽ ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പല രക്തക്കുഴലുകളെയും ഈ ഷുഗർ കൂടി നിൽക്കുന്ന അളവിൽ അത് ഡാമേജ് ഉണ്ടാക്കുന്നു, രക്തക്കുഴലിൽ ഡാമേജ് ഉണ്ടാക്കുന്നു. അതുവഴി അങ്ങോട്ടുള്ള രക്തോട്ടം കുറയുകയും ഓരോ കോശങ്ങൾക്കും കേടുപാടുകൾ പറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഷുഗർ പ്രശ്നങ്ങൾ ഓരോ അവയവങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ ഷുഗർ ഉള്ളവരിൽ മിനിമം വർഷത്തിൽ ഒരിക്കൽ ഐ ചെക്കപ്പ്, അതായത് റെറ്റിനോപ്പതി നോക്കാനായിട്ടും, അതുപോലെ തന്നെ പ്രഷർ ഉള്ളവരിലാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുള്ള റെറ്റിനോപ്പതിക്ക് വേണ്ടിയും നോക്കുന്നതാണ്. കിഡ്നിയിലാണെങ്കിൽ ക്രിയാറ്റിനിൻ ടെസ്റ്റ് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. പക്ഷേ ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ നമ്മളത് എത്രയും ഫ്രീക്വൻസി കൂട്ടി കാണാറുണ്ട്. അതായത് ചിലപ്പോൾ 1 മാസത്തിലൊരിക്കൽ ക്രിയാറ്റിൻ്റെ അളവ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഷുഗർ ഒട്ടും കൺട്രോൾ അല്ലെങ്കിൽ അതിലും പെട്ടെന്ന് നമ്മൾ ഫോളോ അപ്പ് ചോദിക്കാറുണ്ട്. കാരണം ഷുഗർ എല്ലാത്തിനും ഒരു കാരണക്കാരനാണ്. ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് ഉണങ്ങാത്ത അവസ്ഥ, കാലിൽ രക്തോട്ടം കുറയുക വഴി കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ, ഇങ്ങനെയെല്ലാം നമ്മൾ എത്തിക്കാം. അതിനാൽ തന്നെ ഷുഗർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രഷർ കൺട്രോളും കൊളസ്ട്രോൾ കൺട്രോളും. ഇത് ദീർഘകാലമായിട്ട് പ്രമേഹം ഉണ്ടാകുമ്പോഴല്ലേ ഡോക്ടർ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണുന്നത്? അതെ, പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവല്ലേ? പക്ഷേ തുടക്കത്തിലെ ആരും ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂനത. അപ്പോൾ ഇത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു രോഗങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു വ്യക്തിക്ക് പ്രമേഹമുണ്ടെന്നിരിക്കട്ടെ, അത് പൂർണ്ണമായും മാറ്റാനാവില്ലെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ ഡോക്ടറെ? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഷുഗർ വെറും അസുഖം മാത്രമല്ല, അത് ഒരുപാട് അവയവങ്ങളെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ക്യൂർ ചെയ്യുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ആണ്. മരുന്ന് സ്ഥിരമായി എടുക്കുക. ഇത് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. ചികിത്സയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. അത് ഞാനൊന്ന് പറയാം. സാധാരണ നമ്മൾ ഈ ഷുഗറിൻ്റെ ഗുളിക ലൈഫ് ലോങ് കഴിക്കണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലൂടെ ഓടുന്നൊരു ചിന്തയാണ്, അയ്യോ ഡോക്ടറെ, എൻ്റെ കിഡ്നി അടിച്ചു പോകുമോ? പൊതുവെ ഞാൻ മരുന്ന് തുടങ്ങുമ്പോൾ തന്നെ പേഷ്യൻസിനോട് വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുക വഴി നമ്മൾ കിഡ്നിയെയും മറ്റ് അവയവങ്ങളെയും, അതായത് കണ്ണ്, പല അവയവങ്ങളെയും നമ്മൾ പ്രൊട്ടക്ഷൻ, അതായത് അതിൻ്റെ പ്രതിരോധം തീർക്കുന്നു. എന്നാൽ പലപ്പോഴും പല ആൾക്കാരിൽ നിന്നും അറിഞ്ഞതും ഇപ്പോൾ വാട്സപ്പ് വഴിയും അല്ലാതെ പല സോഷ്യൽ മീഡിയയിലൂടെയും വരുന്ന അറിവ് വെച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ, അതും കാലങ്ങളോളം കഴിച്ചാൽ കിഡ്നി കേടാവും, ബാധിക്കും എന്നുള്ള രീതിയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പേഷ്യൻറ്റിനും ഇത് ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ്, ധൈര്യത്തോടെ കഴിച്ചോളൂ എന്ന്. പലരും അത് ഞാൻ പറയുമ്പോൾ തന്നെ, അയ്യോ ഡോക്ടറെ, ഞങ്ങൾക്ക് എല്ലാവരും പേടി അതാണ്, ഞങ്ങളുടെ കിഡ്നി അടിച്ചു പോകുമോ എന്ന്, അല്ലെങ്കിൽ കിഡ്നി പ്രശ്നമാകുമെന്നാണ് അവരുടെ സംശയം. അത് വളരെ കോമൺ ആയി ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഡോക്ടർമാരായ ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായി അത് പറയാറുണ്ട്. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം തുടരും. തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.